യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാജാതിരാജവേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. നന്ദി പിതാവേ നന്ദി പിതാവേ നന്ദി പിതാവേ നന്ദി പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദിവസം കൂടെ സ്തോത്രം. നിങ്ങൾ മധ്യത്തിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കും സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ പൽക്കാലം ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ നന്ദിയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. സർവശക്തനായ ദൈവം ഈ പൽക്കാലം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. ആ സർവശക്തനായ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുക, ദൈവത്തിന്റെ വിടുതലുകൾ അനുഭവിക്കേണ്ടത് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വരാമരുന്ന ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് പ്രതികൂലങ്ങൾ പ്രതിസന്ധികളിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിച്ച് കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറയ്ക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ നമ്മെ മറച്ചു കാത്ത എല്ലാ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മെ തന്നെ ഈ പൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്ര. സർവശക്തനായ ദൈവം ഹല്ലേലൂയ ഈ പൽക്കാലം നമ്മെ കരം പിടിച്ച് നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. ആ സർവശക്തനായ ദൈവത്തിന്റെ കരുതല്, സർവശക്തനായ ദൈവത്തിന്റെ പരിപാലനം ഹല്ലേലൂയ ഈ പൽക്കാലം നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് വേഗത്തിൽ കടന്നു വരാം. സ്തോത്രം. നിങ്ങളുടെ കണ്ണുനീരിനെ അതിമഹത്തായ ഒരു കൊയ്ത്ത് സർവശക്തനായ ദൈവം തരും. പ്രിയ ദൈവമക്കളെ ഈ പകൽക്കാലം സ്തോത്ര ഹല്ലേലൂയ ചില വിഷയങ്ങളുടെ നടുവിൽ കണ്ണുനീരിന്റെ മധ്യത്തിലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്ര, കണ്ണുനീരോടെ ആയിരിക്കുവാൻ ഒരു ടൈം ഉണ്ടെങ്കിൽ ഒരു കൊയ്ത്തിനൊരു ടൈം ദൈവം വച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നും കരഞ്ഞുകൊണ്ടിരിക്കുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. കരയുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് കൊയ്ത്തെന്ന് പറയുന്നത് അതിമഹത്തായ അനുഭവത്തിലായിരിക്കും. സ്തോത്ര. ആർക്കും പറയുവാൻ കഴിയാത്ത രീതി, ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത രീതി ഒരു കൊയ്ത്തിന് ഉടമയാക്കി സ്തോത്ര സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഈ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 126 അധ്യായം അതിന്റെ 5ഉം 6ഉം ഇപ്രകാരം വായിക്കുന്നു. കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. ഈ പൽക്കാലം ആ ദൈവവചനത്തിൽ ഒന്ന് ശക്തിപ്പെടുക. സ്തോത്ര. കണ്ണുനീരോടെ വിതച്ചിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ അതിന്റെ മറുപടി വരുമ്പോ ഒരു ആർപ്പ് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. വെറുതെ കൊയ്തെടുക്കും എന്നല്ല അവിടെ കാണുവാൻ സാധിക്കുന്ന, ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, കണ്ണുനീരോട് കൂടി ദൈവസന്നി കൊടുത്ത ചില വിഷയത്തിന്റെ മറുപടി ആർപ്പോട് കൂടി കൊയ്തെടുക്കത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ മറുപടി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ട്. സ്തോത്ര. ലോകം പറഞ്ഞിരിക്കാൻ നിന്റെ കണ്ണുനീര് വ്രതയാണ്, നിന്റെ പ്രാർത്ഥന വ്രതമാണ്, ഇനി ഇതിനൊന്നും മറുപടി ഇല്ല എന്ന് ലോകം നിന്നെ നോക്കി പറയുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ഈ ലോകമല്ല മറുപടി തരാൻ പോകുന്നത്. ഈ ലോകം പലതും പറയുമ്പോ അതിന്റെ വായികളെ ദൈവം അടപ്പിച്ചുകൊണ്ട് സ്വർഗം നിനക്ക് വേണ്ടി മറുപടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിരുക. നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയുടെ മുമ്പേ സ്വർഗം തുറക്കുവാനായിട്ട് ഇടയായിത്തീരുക. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. ഒരു ആർപ്പിന്റെ ധ്വനി ഹല്ലേലൂയ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക്, നിങ്ങളുടെ കൂടാരത്തിനകത്തേക്ക്, നിങ്ങളുടെ തലമുറയുടെ മേലിലേക്ക് സ്തോത്ര സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം കൈമാറും. ഹല്ലേലൂയ.
ഇന്നത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ ഓർത്തുകൊണ്ട്, നിങ്ങളുടെ സാഹചര്യങ്ങൾ ഓർത്തുകൊണ്ട്, നിങ്ങളുടെ തലമുറകളെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില ചരിത്രങ്ങൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ചില മറുപടികൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോകുക. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ദൈവവചനം ഹല്ലേലൂയ നമ്മെ ജീവിപ്പിക്കുന്നതാകുന്നു. നാം ആ ദൈവവചനത്തെ അതേ രീതിയിൽ ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ അതിന്റെ മറുപടികൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ വ്യക്തമായി പറയുന്ന സ്തോത്ര, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. ഏതൊരു വിഷയത്തിനകത്തായിക്കൊള്ളട്ടെ, ആരും കാണാതെ നിങ്ങൾ കരഞ്ഞു കാണുമായിരിക്കാം, നിങ്ങളുടെ ഭവനത്തിനകത്ത് കരഞ്ഞു കാണും. ഈ വിഷയത്തിനകത്ത് ഒരു മറുപടി ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ സ്തോത്രം വേദനപ്പെട്ട് ഞരക്കത്തോടു കൂടി നിന്റെ ഭവനത്തിനകത്ത് തരിച്ചിരുന്ന് കരഞ്ഞു കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അതിന്റെ മറുപടി എന്ന് പറയുന്ന സ്തോത്ര ചരിത്രങ്ങളെ സൃഷ്ടിക്കത്തക്ക രീതി, ചരിത്രത്തെ തിരുത്തത്തക്ക രീതി അതിന്റെ മറുപടി വെളിപ്പെട്ടു വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. അതേ സ്തോത്രം. ചില ദൈവിക വിടുതലുകളും അതിൻ്റെതായ ദൈവിക പ്രവർത്തികളും ഹല്ലേലൂയ കരയുന്ന നിങ്ങളുടെ മേൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ചില ചോദിക്കുന്നുണ്ടായിരിക്കാം, നിനക്ക് എപ്പോഴും കണ്ണുനീരേ ഉള്ളൂ എന്ന്. സ്തോത്രം. പ്രിയതേ മക്കളെ, നിനക്ക് കരയാൻ ഒരു ടൈം കർത്താവ് വച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്ര കൊയ്ത്തിനൊരു ടൈം ഉണ്ട്. സ്തോത്ര. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ കണ്ണുനീരിന്റെ ടൈം കഴിഞ്ഞ് ഇന്നു മുതൽ പ്രഭാതം മുതൽ ഹല്ലേലൂയ കൊയ്ത്തിന്റെ ടൈം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ പോകുക. ഒരു സീസൺ ചേഞ്ച് ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ. എപ്പോഴും നീ കരഞ്ഞു കലങ്ങിയ കണ്ണായിട്ടായിരിക്കും നീ മറ്റുള്ളവരുടെ മുമ്പാകെ നിന്നത്. സ്തോത്ര. നീ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് നിൽക്കുന്ന ഫേസ് ആയിരിക്കാം സ്തോത്ര മറ്റുള്ളവർ നിന്നെ കണ്ടത്. എന്നാൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തെ ദൈവം മാറ്റാൻ പോകുക. ഹല്ലേലൂയ. അതേ സ്തോത്ര. ഒരു കൊയ്ത്തിന്റെ ടൈം ഹല്ലേലൂയ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തെ വിലാപത്തിന്റെ അനുഭവത്തെ മാറ്റി, കണ്ണുനീരിന്റെ അനുഭവത്തെ മാറ്റി. സ്തോത്ര. ഹല്ലേലൂയ. ആർപ്പിന്റെ ധ്വനി ഉണ്ടാകത്തക്ക രീതി ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ചലിക്കാൻ പോകുക. ഒത്തിരി പേർ പറഞ്ഞു കാണുമായിരിക്കാം, ആ ഭവനം കരച്ചിന്റെ ഭവനമാണ്, ആ ഭവനത്തിനകത്ത് എപ്പോഴും കരച്ചിൽ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇല്ല. സ്തോത്രം. ഒരു കൊയ്ത്ത് വെളിപ്പെട്ടു എന്ന്. സ്തോത്രം. ദേശങ്ങൾ രാജ്യങ്ങൾ അറിയത്തക്ക രീതിയെ ദൈവത്തിന്റെ പ്രവൃത്തിയെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മേൽ ചലിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഹൃദയസ്പർശിയായിട്ട് ദൈവസ്വനിൽ ആരെല്ലാം ഏതെല്ലാം വിഷയത്തിനകത്ത് കരഞ്ഞിട്ടുണ്ടോ അതിനകത്തൊക്കെ ഈ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി മറുപടി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഞാൻ പറയട്ടെ, ഈ പകൽക്കാലം സ്തോത്രം നിങ്ങളുടെ കണ്ണുനീര് വ്രതമായി തീരുകയില്ല. സ്തോത്രം. ആരും കാണണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ തനിച്ച് കരഞ്ഞു കാണുമായിരിക്കാം, ആരും കാണാതിരിക്കേണ്ടതിന് മുഖം കഴുകി കളഞ്ഞ് കാണുമായിരിക്കാം. സ്തോത്രം. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ആരും കാണാതെ നിങ്ങൾ കരഞ്ഞു എങ്കിലും സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്ര ഹല്ലേലൂയ ആ കരച്ചിന്റെ മറുപടി പലരും കാണുവാൻ ദൈവം അനുവദിക്കും. സ്തോത്ര. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ ഹന്ന എന്ന് പറയുന്ന സ്തോത്രം ഒരു സഹോദരി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവസ്വനെ അവൾ കരയുവാനായിട്ട് ഇടയായി തീർന്നു, അവൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ആ കരച്ചിന്റെ മറുപടിയെ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ കരച്ചിന്റെ മറുപടി ചരിത്രങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. കരയുവാൻ കൂടുതൽ കാരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടി എന്ന് പറയുന്നത് അത്രത്തോളം വലുതായിരിക്കും. സ്തോത്ര. ഹല്ലേലൂയ. ചെറുതിൽ ഒതുക്കാനല്ല ദൈവം നിനക്ക് കരച്ചിന്റെ അനുഭവം തരുന്നത്. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ വിശ്വസിക്ക, നിന്റെ കണ്ണുനീരിന്റെ മറുപടിയുമായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ മുമ്പാകെ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരുകളെ കർത്താവ് ഒപ്പിയെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ തുരുത്തിയിലാക്കി വച്ചിരിക്കുക, ആ തുരുത്തി നിറഞ്ഞ് കവിഞ്ഞ് ഹല്ലേലൂയ മറുപടിയായിട്ട് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും.
ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹന്ന ദൈവസന്നി കരയുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ആ കരച്ചിന്റെ മറുപടിയായിട്ട് വെളിപ്പെട്ടു വന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതേ സ്തോത്രം, ഒരു ചരിത്രത്തെ തന്നെ മാറ്റത്തക്ക രീതി, ഒരു ന്യായാധിപന്മാരുടെ ഭരണത്തിൽ നിന്ന് രാജാക്കന്മാരുടെ ഭരണത്തിലേക്ക് ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഉള്ള ഒരു പൈതന്നെ, ഹല്ലേലൂയ, ദൈവം അവൾക്ക് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് മാത്രമല്ല, ആ ന്യായാധിപനായിട്ട് ഒടുവിലത്തെ ഏറ്റവും ലാസ്റ്റത്തെ ന്യായാധിപന ശമൂവേലായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവിടെ കൊണ്ട് കാണുവാൻ സാധിക്കുന്നില്ല, ദൈവത്തിന്റെ ഒരു പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദാൻ മുതൽ ബർശേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു. പ്രിയതേ മക്കളെ, ഹന്ന വ്യസനിച്ചു, അവൾക്ക് വേദന ഉണ്ടായി, കരച്ചിന്റെ അനുഭവം കടന്നു വന്നു. പക്ഷെ അതിന്റെ മറുപടി എന്ന് പറയുന്നത് അവൾ അധികം ആർപ്പോടെ കൊയ്യത്തക്ക രീതി, അവളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കത്തക്ക രീതി ദൈവത്തിന്റെ അത്ഭുതത്തെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കരയുന്ന ദൈവ പൈതലേ, കരഞ്ഞോട് കണ്ണ് ദൈവസനിലായിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ മറുപടി ഉണ്ട്. സ്തോത്രം. ഉത്തരം തരുന്ന ഈ ലോകത്തിലെ ശക്തിയല്ല, സ്വർഗത്തിലെ ദൈവം നിനക്ക് മറുപടി തരുവാനായിട്ട് ഇടയത്തില്ല. ദൈവം നിന്റെ ജീവിതത്തിൽ മറുപടി തരുവാനായിട്ട് ഇടയായി തീരുമ്പോ നിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ മാറുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നിന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുവാനായിട്ട് ഇടയായി തീരാ, നീ ദൈവസന്നി സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീരാ, ഒരു ആർപ്പിന്റെ ധ്വനി നിന്റെ ഭവനത്തിനകത്ത് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരും. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോഴും സ്തോത്രം, ചില കണ്ണുനീരിന്റെ അനുഭവങ്ങൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. ആരോട് തുറന്നു പറയുവാൻ കഴിയാതെ നീ വളരെയധികം ഞരക്കത്തോടും വേദനയോട് കടന്നു പോകുന്നുണ്ടായിരിക്കാം. സ്തോത്രം. ഈ വിഷയത്തിനകത്ത് എന്നെ ആര് സഹായിക്കും കർത്താവേ എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഈ വിഷയത്തിനകത്ത് എങ്ങനെ ഒരു മറുപടി എനിക്ക് കിട്ടുമെന്ന് നീ ചോദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ പ്രിയ ദൈവപൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി മറുപടി തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ചില ഭവനത്തിന് അകത്തേക്ക് സ്തോത്ര ഈ വചനത്തിന്റെ ശക്തിയെ ദൈവം തമ്പുരാൻ ഈ പകൽക്കാലം വെളിപ്പെടുത്തുകയാ. സ്തോത്ര. ചില ഭവനത്തിനകത്തുള്ള കണ്ണുനീരിന്റെ അനുഭവത്തെ ദൈവം തമ്പുരാൻ ഈ പകൽക്കാലം തുടച്ചു മാറ്റുകയാ. നീ കരഞ്ഞതും മതി, ഇനി ആർക്കുവാൻ നീ തയ്യാറായിക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാല ചിലരെ നോക്കി ദൂത് വിളിച്ചു പറയുക, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് കരച്ചിലേ ഉള്ളൂ. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തോരാത്തതിന് ഒരു ടൈമില്ല എന്ന് ലോകം നിന്നെ നോക്കി പലതും പറയുമ്പോ ആ ലോകം പറഞ്ഞ വാക്കുകളെ തിരുത്തുവാൻ കഴിയുന്ന എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം മുതൽ നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തെ അവരെ ചലിപ്പിക്കുക. ഹല്ലേലൂയ. ചരിത്രങ്ങൾ മാറും പ്രിയ ദൈവ പൈതലേ, നിന്റെ അവസ്ഥകൾ മാറും, നിന്റെ സാഹചര്യങ്ങൾ മാറും. സ്തോത്രം. ഹല്ലേലൂയ. ചില തലമുറയെ ഓർത്ത് നീ കരയുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ തലമുറയെ ഓർത്ത് ഏറ്റവും അധികം സന്തോഷിക്കത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൽക്കാലം എത്ര പേർക്ക് സന്തോഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് കരയുന്നുണ്ടായിരിക്കാം. ഇന്ന് നിന്റെ തലമുറയുടെ അവസ്ഥയെ ഓർത്ത് നീ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. സ്തോത്ര. എന്ന് ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കരച്ചില് ഹല്ലേലൂയ ചില തലമുറയുടെ സാഹചര്യത്തെ ദൈവം മാറ്റും. നിന്റെ തലമുറയുടെ സ്ഥിതികളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരയുവാൻ. ഹല്ലേലൂയ. കരയുന്ന ദൈവ പൈതലേ സ്തോത്ര. ഹല്ലേലൂയ. നിനക്കൊരാർപ്പുണ്ട്. സ്തോത്ര. ചില വിടുതലുകൾ നിന്റെ കണ്ണ്, നീ ഏത് കണ്ണുകൊണ്ട് നീ കരയുവാനായിട്ട് ഇടയായി തീർന്നോ അതേ കണ്ണുകൊണ്ട് തന്നെ നിന്റെ തലമുറകളുടെ വിടുതലുകൾ കാണുവാനായിട്ട് ഇടയത്തില്ല, നിന്റെ കുടുംബത്തിന്റെ വിടുതലുകൾ കാണുവാനായിട്ട് ഇടയത്തില്ല, നിന്റെ ജീവിതത്തിനകത്തിലെ വിടുതലുകൾ കാണുവാനായിട്ട് ഇടയത്തിരും. ഹല്ലേലൂയ. അതേ കണ്ണുനീരിന് മറുപടി ഉണ്ട്. സ്തോത്രം. ദൈവസന്നിധി കരയുന്ന കരച്ചിന്റെ ഹല്ലേലൂയ എന്റെ ദൈവം തമ്മിന് മറുപടി തരാതിരിക്കത്തില്ല. തിരുവചനത്തിൽ ഉടനീളം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആരൊക്കെ ദൈവസന്നിൽ കരഞ്ഞോ, ആരൊക്കെ ദൈവസന്നി വാവിട്ട് നിലവിളിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിനകത്തൊക്കെയും സ്തോത്ര സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ആ കർത്താവിന്റെ ശക്തി ഈ പകൽക്കാലവും നമ്മുടെ മേൽ
ചലിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കുക, കണ്ണുനീരിന് ഒരു ടൈം വച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഉറപ്പിച്ച് നിന്ന് കൊള്ളുക. സ്തോത്രം. കൊയ്ത്തിന് ഒരു ടൈം വച്ചിട്ടുണ്ട്. ആ കൊയ്ത്തിന്റെ ടൈം എന്ന് പറയുന്നത് ദേശങ്ങളും രാജ്യങ്ങളും അറിയും. ദാൻ മുതൽ ബെർശേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി തീർന്നതുപോലെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ കണ്ണുനീരിന്റെ മറുപടി ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പരക്കത്തക്ക രീതി ദൈവ പ്രവൃത്തിയുടെ ആഴങ്ങളെ ദൈവം തുറക്കുവാനായിട്ടിടയായിത്തീരും. ഈ പകൽക്കാലം സ്തോത്ര കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ ചലിക്കും. ചിലരുടെ കണ്ണുനീരിന്റെ ദൈവം ഈ പകൽക്കാലം തുടച്ചു മാറ്റും. ഹല്ലേലൂയ. അത് ഇനി നീ കലങ്ങിയ കണ്ണുമായിട്ട് നിൽക്കുക എന്റെ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. ഒത്തിരി കരഞ്ഞ വ്യക്തിയായിരിക്കും. സ്തോത്ര. ഒത്തിരി ഹൃദയം നൊന്ത് വാവിട്ട് നിലവിളിച്ച് കാണുമായിരിക്കാം. ഒത്തിരി വ്യസനിക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കാണുമായിരിക്കാം. അതേ സ്തോത്രം. കൂടെ നിൽക്കുമെന്ന് ചിന്തിച്ചവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ചിന്തിച്ചവരൊക്കെയാ മാറി നിന്ന് നിന്നെ ഭരിക്കുമ്പോ, മാറി നിന്ന് നിന്റെ സാഹചര്യങ്ങൾ അറിഞ്ഞിട്ടും നിന്നെ പരിഹസിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, നീ ഉള്ളെന്നൊന്ന് കരഞ്ഞ കരച്ചിനെ കണ്ട ഒരു സ്വർഗമുണ്ട്. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ നിന്ദിച്ചവർക്ക് ലഭിക്കാത്ത ചില വിടുതലുകൾ, നിന്റെ നിന്ദിച്ചവർക്ക് ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരാത്ത ചില വിടുതലുകൾ സ്തോത്ര കരഞ്ഞ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ചെയ്തു തരും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളെ കണ്ണുനീര് വൃതമായി തീരുകയില്ല. കണ്ണുനീരോട് വിതച്ചവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. വിതച്ചിട്ടുണ്ടോ അതിന്റെ മറുപടി ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഒരിക്കലും വിതച്ചിട്ടന് ഫലമില്ലാതെ പോകത്തില്ല. ആ നില നിഷ്ഫലമായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ സ്തോത്രം നിന്റെ ഭവനത്തിലുള്ളവരുടെ വിടുതലിന് വേണ്ടിയാണോ നീ വിതച്ചിട്ടിരിക്കുന്ന കണ്ണുനീരോടെ? ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയാണോ നീ കരഞ്ഞത്? നിന്റെ തലമുറയുടെ വിടുതലിന് വേണ്ടിയാണോ കരഞ്ഞത്? നീ ഏത് വിഷയത്തിനകത്താണോ കരഞ്ഞത്? സ്തോത്ര. അതിനകത്തൊരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. ഈ പൽക്കൾ ഉറച്ച് വിശ്വസിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അടുത്ത വചനത്തിൽ കാണുന്നു, വിത്ത് ചുമന്ന് കരഞ്ഞു വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ വചനങ്ങളിൽ നാം അങ്ങ് ഉറപ്പിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര. വിത്ത് ചുമക്കുന്ന സമയത്ത് കരയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. സ്തോത്ര. വേദനിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, അതിന്റെ സ്തോത്രം മറുപടി കൊയ്യുന്ന സമയത്ത് ഒരു ആർപ്പുണ്ടാകും. ഹല്ലേലൂയ. ദേശങ്ങൾ അറിയുവാനായിട്ട് ഇടയായിത്തീരും. നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ നടന്നു എന്ന് ദേശങ്ങൾ അറിയത്തക്ക രീതിയിൽ കരഞ്ഞ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് മറുപടി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ പൽക്കാലം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കണ്ണുനീരോട് പ്രാർത്ഥിച്ച അനേകം വിഷയങ്ങൾ നിന്റെ മുമ്പിൽ കാണുന്നുണ്ടായിരിക്കാം. അതൊക്കെ വെറുതെ പോയോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇനി അതിനൊക്കെ മറുപടി ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കാം. പ്രിയ ദൈവ പൈതലേ, നീ കരഞ്ഞതിനൊന്നും വൃതമായി പോകത്തില്ല. നിന്റെ ഹല്ലേലൂയ വാഗ്ദത്തത്തിന് മീതെ നീ കരഞ്ഞ ഒരു തുള്ളി കണ്ണുനീരും സ്തോത്ര അത് ഇന്നലേക്ക് നാളെ പൊട്ടിക്കിളർക്കുവാനായിട്ട് ഇടയായി തീരാ. ആ കിളർത്തു വരുന്ന മറുപടി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് തകർത്ത് കളയാൻ പറ്റാത്ത രീതിയെ അത് വളർന്നു പന്തലിക്കുവാനായിട്ട് ഇടയായിത്തീരാം. അതിൽ നിന്ന് നല്ല മൂത്ത ഫലങ്ങൾ കൊയ്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെയാ ഒരു ആർപ്പുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ചില കുടുംബങ്ങളുടെ അകത്തേക്ക് ഒരു ആർപ്പിന്റെ ധ്വനിയെ പരിശുദ്ധാത്മ ഈ പകൽക്കാലം ചലിപ്പിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അത് ഒരു ടൈം ദൈവം തമ്പുരാൻ മാറ്റുകയാ. സ്തോത്ര. കരച്ചിന്റെ ടൈമിനെ ദൈവം തമ്പുരാൻ ബ്രേക്ക് ചെയ്തിട്ട് ആർപ്പിന്റെ ഹല്ലേലൂയ ഒരു ടൈമിനെ, ഒരു സീസണെ സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ഈ പകൽക്കാലം ഓപ്പൺ ചെയ്യുക. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എന്നും നിനക്ക് കരച്ചിലേ ഉള്ളൂ. നിന്റെ ജീവിതം കരഞ്ഞ് കരഞ്ഞ് തീർപ്പിക്കുമെന്ന ശത്രുമണ്ഡലം വാദിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ നസ്രയനായിരിക്കുന്ന കർത്താവ് കാൽവരി ക്രൂശി നോക്കി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരണ്ട, നിങ്ങളുടെ തലമുറയെ ഓർത്ത് കരയുക. അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി ഈ പകൽക്കാലം സ്തോത്ര നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുകയാ. സ്തോത്രം.
കരച്ചിന്റെ അധ്യായത്തെ ദൈവം മാറ്റാൻ പോകിയ സ്തോത്ര. അത് ആർപ്പിന്റെ അധ്യായം കൊയ്യാൻ പോകിയ യേശുവിന്റെ നാമത്തിൽ ചിലത് എഴുതി ചേർക്കത്തക്ക രീതി ഒരാർപ്പന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായി എന്ന് പറയുക. അത് ഇവരുടെ ഭവനത്തിനകത്ത് എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് ദേശങ്ങൾ അറിയത്തക്ക രീതി സ്തോത്രം. എന്റെ കർത്താവിന്റെ പ്രവൃത്തിയും വെളിപ്പെടാം. പ്രിയ മക്കൾ, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഒതുക്കി വയ്ക്കാൻ കഴിയത്തില്ല. അതാ പറഞ്ഞ ഒരു ആർപ്പുണ്ടാകുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കലം പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങളുടെ കണ്ണുനീരിനെ സർവശക്തനായ ദൈവം മറുപടി തരുമ്പോ അതൊരു ചരിത്രമായി തീരുവാനായിട്ടിടയായി തീരും. സ്തോത്രം. പുതിയ ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതേ ന്യായാധിപന്മാരുടെ ഭരണത്തെ മാറ്റിക്കൊണ്ട് രാജഭരണത്തിലേക്ക് ഇസ്രായേലിനെ നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേലായി മാറി. സ്തോത്ര. ഓരോ പൊസിഷനുകളെ കൊടുത്തു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ചില വ്യസനത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരാം, ചില കണ്ണുനീരിന്റെ അനുഭവങ്ങൾ കടന്നു വരാം, ചില പരിഹാസത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരാം. പക്ഷെ അവിടെ കൊണ്ട് കരയുന്ന ദൈവ പൈതലെ നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പൽക്കൾ ഉറച്ച് വിശ്വസിക്കുക. സ്തോത്രം. നീ കരഞ്ഞ കണ്ണുകൊണ്ട് തന്നെ നിന്റെ നന്മകൾ കാണുവാനായിട്ടിടയത്തിലും. നീ ഏത് വിഷയത്തിനാണോ കരഞ്ഞത് അതിന്റെ മറുപടി നീ കരഞ്ഞ കണ്ണുകൊണ്ട് തന്നെ കണ്ട് നിന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കത്തക്ക രീതിയെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയത്തിലും. അങ്ങനെ ഈ പൽക്കരം ഞാൻ പറയട്ടെ, കരയുന്ന ദൈവ പൈതലെ അതിമഹത്തായ ഒരു കൊയ്ത്ത് നിന്റെ ജീവിതത്തിനകത്തുണ്ട്. ഇനി കരച്ചിൽ നിർത്തിക്കോ, കരയണ്ട. ഹല്ലേലൂയ. അതാ കൊയ്ത്ത് വരുന്നുണ്ട്, കൊയ്ത്ത് വരുന്നുണ്ട്. ചിലത് വിളഞ്ഞു കിടക്കുന്നുണ്ട്. ഇനി നീ കൊയ്തെടുത്താ മതി. വേണ്ടും വേണ്ടും നീ കരഞ്ഞിട്ടിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഈ പൽക്കൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. നീ വേണ്ടും വേണ്ടും നീ കരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നീ കൊയ്തെടുത്താ മതി. സ്തോത്ര. ഹല്ലേലൂയ. കൈ നീട്ടി ചിലതിന് കൊയ്തെടുത്താ മതി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവ പ്രവർത്തികൾ ഈ പകൽക്കാലം മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ചിലരുടെ കണ്ണിൽ നിന്ന് ദൈവത്തോപരി ഈ പൽക്കല കണ്ണുനീരിനെ ദൈവം തുടച്ചു മാറ്റുന്ന പകൽക്കാലം അത്രേ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്ന് തീരും എന്റെ കണ്ണുനീരെന്ന് ചോദിക്കുന്നില്ലേ? സ്തോത്രം. പ്രിയ മക്കളെ, കണ്ണുനീരിന് ഈ പകൽക്കാല ദൈവം സ്റ്റോപ്പിടാൻ പോകുക. ഹല്ലേലൂയ. വിശ്വസിക്കുക. നമ്മുടെ ദൈവവചനത്തിൽ വിശ്വസിക്കുവാനായിട്ടിടയായി തീരുമ്പോ, ആ വചനത്തെ നാം പറയുവാനായിട്ടിടയായി തീരുമ്പോ, ഇന്ന് മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ കണ്ടുകൊണ്ട് പറയാം, ഈ കരയുന്ന വിഷയത്തിൽ നോക്കിക്കൊണ്ട് പറയാം, കണ്ണുനീരോടെ ഞാൻ കൊയ്തു, ഹല്ലെ വിതച്ചു, ആർപ്പോടെ കൊയ്തു, ആർപ്പോടെ കൊയ്യുമെന്ന് പറയുവാനായിട്ടിടയത്തി. നമ്മുടെ നാവിമേ ദൈവം അധികാരം തന്നിട്ടുണ്ട്. അത് നാം പറയുവാനായിട്ടിടയായി തീരുമ്പോ ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ടിടയായി തീരും. അങ്ങനെ ഈ പ്രിയ മക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. കണ്ണുനീരോട് നീ വിതച്ചിട്ട ചില വിഷയത്തിന്റെ മറുപടികൾ, ഓ ഹല്ലേലൂയ, ചില മറകൾ മാറി നിന്റെ ഭവനത്തിനകത്തേക്ക് ദൈവം തമ്പുരാനെ വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ. അതേ സ്തോത്രം. നീ ഇനി കരഞ്ഞുകൊണ്ടിരിപ്പാ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ചലിക്കുവാനായിട്ടിടയത്തില്ല. അസാധാരണമായ ചില ദൈവ പ്രവർത്തികളെ ദൈവം വെളിപ്പെടുത്താം. കരയുന്ന ദൈവ പൈതലെ അതിമഹത്തായ ഒരു കൊയ്ത്ത് ദൈവം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, കണ്ണുനീരോടായിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ഈ പകൽക്കാലം മുതൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കണം. കണ്ണുനീരുകൾ മാറട്ടെ. ഒരു കൊയ്ത്തിന്റെ അനുഭവം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടപ്പാ. അവരുടെ കണ്ണുനീരുകൾ തുടച്ചു മാറ്റട്ടെ. കണ്ണുനീരിന്റെ ശബ്ദം കേട്ട അപ്പാ ദേശക്കാർ, കുടുംബക്കാർ, കർത്താവേ, ആർപ്പിന്റെ ശബ്ദം കേൾക്കത്തക്ക രീതി എന്റെ സ്വർഗത്തിലെ ദൈവം കർത്താവേ ചില റൂട്ടുകൾ ചേഞ്ച് ആക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ കരം ചലിക്കട്ടെ. അതിമഹത്തായ ഒരു കൊയ്ത്ത് ഇവര് കൊയ്ത് എടുക്കട്ടെ അപ്പച്ച. ഇവരുടെ കണ്ണുനീരുകൾ മാറട്ടപ്പാ, നിരാശകൾ മാറട്ടപ്പാ, അവരുടെ വേദനകൾ മാറട്ടെ കർത്താവേ. കർത്താവിന്റെ കൃപ ചലിക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. അവിടെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം ഈ ദൈവവചനത്തിന്റെ ശക്തി കർത്താവേ ഇവരുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവേ.
അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേയ്ക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.